نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിൽ പൂർണ്ണമായി കീഴ്വണങ്ങിക്കൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടുന്ന ദാസനായി, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞ് ഏതാനും ദിനരാത്രങ്ങൾ നമ്മൾ പിന്നിട്ടു. നാം ആലോചിക്കേണ്ടത്, റമദാൻ അതുകൊണ്ട് നേടേണ്ടത് നിലനിർത്താനും നേടാനും നിലനിർത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു വലിയൊരു ചോദ്യം ഓരോ ദിവസവും എന്ന നിലക്ക് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ്. റമദാൻ നമുക്കൊരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകി. ആ നന്മകളിലൂടെ ചില തിന്മകളെ ഒഴിവാക്കുവാനുമുള്ള പ്രേരണകൾ നമുക്ക് നൽകി. എന്നിട്ടും ആ റമദാൻ കഴിഞ്ഞതോടുകൂടി ആ തിന്മകളിലേക്ക് തിരിച്ചു മടങ്ങുകയും നന്മകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് എങ്കിൽ ആ റമദാൻ കൊണ്ട് നമ്മൾ ഒന്നും നേടിയിട്ടില്ല എന്നാണ്. റമദാൻ കൊണ്ട് നേടേണ്ടത് പ്രധാനമായി രണ്ട് കാര്യങ്ങൾ. അതിലൊന്നാമത്തത് ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുക, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ്. രണ്ടാമത്തത് നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുക എന്നതാണ്. നോമ്പിന്റെ വിഷയത്തിലും രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിലെല്ലാം പറഞ്ഞത് മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി റമളാൻ ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുമാ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഇങ്ങനെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാനും ഒരു പാപമുക്തമായ ഒരു ജീവിതം നയിക്കാനുമുള്ള ഏറ്റവും നല്ല സുവർണവസരമായിരുന്നു റമദാൻ. പക്ഷേ റമദാൻ കഴിഞ്ഞതോടുകൂടി പള്ളികൾ കാലിയാവുകയാണ്. റമദാൻ കഴിഞ്ഞതോടുകൂടി ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ മറന്നുപോവുകയാണ്.
റമദാൻ കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ കുറവ് വരികയാണ് എങ്കിൽ സഹോദരന്മാരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ തഖ്വ നിലനിർത്തുവാനും ആ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ പാരത്രിക ലോകത്ത് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, ഉഇദ്ദത്തിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ആകാശഭൂമികളോളം പ്രവിശാലമായ ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരന്മാരെ, ആ തഖ്വ എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എന്നും നിലനിർത്താൻ ഒരു സെക്കൻഡ് പോലും റബ്ബിന്റെ അറിവില്ലായ്മ, അല്ലെങ്കിൽ റബ്ബിന്റെ കാഴ്ചയില്ലായ്മ, അല്ലെങ്കിൽ റബ്ബിന്റെ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു എന്നൊരവസ്ഥയില്ല. ഒരു പണ്ഡിതന്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നു, പക്ഷെ ഒരു തെറ്റ് മാത്രം എന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല, അതിൽ തൗബ ചെയ്യാനും എനിക്ക് സാധിക്കുന്നില്ല, എന്താണ് പരിഹാരമെന്ന് ചോദിച്ചു വരുമ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന 3 മറുപടികളുണ്ട്. ചിന്തിക്കാനും ആലോചിക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും ഏറ്റവും ഉതകുന്ന 3 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്നുകിൽ നീ ആ തെറ്റ് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയല്ലാത്ത സ്ഥലത്ത് ചെന്ന് നീ ആ തെറ്റ് ചെയ്യണം. അപ്പൊ ആ മനുഷ്യൻ ചിന്തിക്കാണ്, അള്ളാഹുവിന്റെ അധികാരത്തിലില്ലാത്ത ഭൂമിയോ, അള്ളാഹുവിന്റെ ആധിപത്യത്തിലല്ലാത്ത ഭൂമിയോ, അങ്ങനെ ഒരു ഭൂമിയില്ലല്ലോ, പിന്നെ ഞാൻ എവിടെ പോയിട്ടാണ് ആ തെറ്റ് ചെയ്യുക? ശരി, അതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ രണ്ടാമത് നീ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു കാണാത്തിടത്ത് പോയി നിന്ന് ആ തെറ്റ് നീ ചെയ്തോ, എന്നാൽ നിനക്കത് പ്രശ്നം വരില്ല. അപ്പൊ ആ മനുഷ്യൻ ചിന്തിക്കാണ്, അള്ളാഹു കാണാത്തിടത്തോ? അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അപ്പൊ 3ാമത്തെ കാര്യമാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത്, അള്ളാഹു കാണാത്തൊരിടമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അതിനും സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ, ശരി, എന്നാൽ നീ 3ാമത്തെ കാര്യം ചെയ്യും. അള്ളാഹു അറിയാത്തൊരു സ്ഥലത്ത്, അള്ളാഹു കാണുന്നില്ല, അള്ളാഹുവിന്റെ ഭൂമിയിലാണെങ്കിലും ശരി, അള്ളാഹു കാണുന്നുണ്ടെങ്കിലും ശരി, അള്ളാഹു അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് പോയി നീ ചെയ്യാൻ ആ തെറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ എല്ലാം ചിന്തിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭൂമിയാണ് ഞാൻ നിന്ന് തെറ്റ് ചെയ്യുന്നത്, അള്ളാഹു അറിയാത്തൊരു ഇടമില്ല, അപ്പോൾ ഞാൻ ആളുകൾ കാണാതെയും ചെയ്യുന്ന തിന്മകൾ അള്ളാഹു അറിയുന്നു എന്നതും, ആരും കാണുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്റെ റബ്ബെന്നെ കാണുന്നു എന്ന ചിന്ത, ഈ 3 ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് മാറി നിന്നുവെന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ അനുജന്മാരെ, എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹു കാണാത്ത ഒരിടമില്ല, അള്ളാഹു കേൾക്കാത്ത അറിയാത്ത ഒരിടമില്ല, അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ഭൂമിയില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന്, അള്ളാഹു അറിയുന്നിടത്തു നിന്ന്, അള്ളാഹു കേൾക്കുന്നിടത്തും കാണുന്നിടത്തും നിന്ന് നാം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബിനെ ഭയപ്പെടുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തെറ്റുകളെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നതാണ്. ഞാൻ എന്റെ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, എന്താണോ നോമ്പും റമദാനും നമുക്ക് ലക്ഷ്യം തന്നത്, ആ ലക്ഷ്യം നേടിയെടുത്ത ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ഈ ദുനിയാവിൽ ഒരു വീട് വെക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ പലരും ഉണ്ടാകും. നമ്മുടെ നാടുകളിൽ വീടില്ലാത്ത ആളുകൾ, കടവരാന്തകളിൽ കിടന്നുറങ്ങുന്നവർ, 1 സെന്റ് ഭൂമി വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഇനി ഭൂമി ഉണ്ടെങ്കിൽ തന്നെ വീട് വെക്കാൻ വേണ്ടി ഗൾഫുകളിൽ വർഷങ്ങളോളം കിടന്ന് കഷ്ടപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വീട് വെക്കുന്നവർ, ഇനി വീട് വെച്ചാൽ പോലും ആ വീട്ടിലേക്ക് ആദ്യം പ്രവേശിക്കാൻ വന്ന എത്രയെത്ര ആളുകളാണ് എയർപോർട്ടിൽ നിന്ന് മരണം ആ ഒരു പിടികൂടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പുതിയ വീട്ടിലേക്ക് ആദ്യമായി കയറുന്നത് മയ്യത്താണ് എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ആ ദുനിയാവിന്റെ വിഷയത്തിൽ, ഒരു വീടിന്റെ വിഷയത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ വീട് കിട്ടിയാൽ എത്ര നന്നായിരുന്നു, ഒരു വീടുണ്ടെങ്കിൽ എത്ര സമാധാനത്തോടുകൂടി നമുക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ ഒരു വീട് വെക്കാൻ നമുക്ക് ഈ ദുനിയാവിൽ കഴിയണം. ഈ ദുനിയാവിൽ സ്വർഗത്തിൽ ഒരു വീട് പണിയാൻ ഈ ദുനിയാവിലെ അധ്വാനങ്ങൾ കൊണ്ട് സാധിക്കണം. ഈ ദുനിയാവിൽ ഒരു വീട് വെച്ചാൽ നമ്മുടെ മരണത്തോടുകൂടി കഴിഞ്ഞു. അവിടെ ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയാത്ത എത്ര ആളുകളാണ് മരിച്ചു പോയിട്ടുള്ളത്. ഒരു ദിവസം പോലും വർഷങ്ങളോളം ഗൾഫിൽ പണിയെടുത്ത് വീട് വെച്ച് പൂർത്തിയാക്കി, ആ പൂർത്തിയാക്കിയിട്ട് വീട് കയറാൻ വന്ന എത്ര ആളുകൾ അവസാനം മയ്യത്താണ് ആ വീടുകളിൽ കയറിയിട്ടുള്ളത്. ഇനി നമ്മൾ കയറിയാൽ പോലും എത്ര നാളാ ആ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുക? കുറഞ്ഞ കാലയളവ് താമസിക്കും, എന്നിട്ട് ഈ ദുനിയാവ് വിട്ട് പാരത്രിക ലോകത്ത് പോകും. എന്നാൽ നമുക്ക് എന്നെന്നും സുഖിക്കാനും, എന്നെന്നും കിടന്നുറങ്ങാനും, എന്നെന്നും ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കാനും, ആ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാനും നമുക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ച് ഹദീസിലും വിശുദ്ധ ഖുർആനിലും പറഞ്ഞു. അതിൽ 1ാമത്തെ കാര്യം റമളാനിന്റെ ലക്ഷ്യം തന്നെയാണ്.
അതിലെ ഒന്നാമത്തെ കാര്യം റമദാനിന്റെ ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തെ പൂർത്തീകരിച്ച് ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ബാക്കി ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു വീട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. എന്താണ്? തഖ്വയാണ്, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്നറിയോ? ലാകിനിൽ ലദീന തഖൂ റബ്ബഹും ലഹും ഉറഫുൻ മിൻ ഫൗഖിഹാ ഉറഫുൻ മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 20ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു റൂമുകളുണ്ട് സ്വർഗത്തിൽ. ആ റൂമിന്റെ മുകളിൽ വീണ്ടും ഒരു റൂം, അങ്ങനെ പടിപടിയായി കെട്ടുകെട്ടായി വെച്ച അടുക്കി വെച്ച റൂമുകൾ അവർക്ക് സ്വർഗത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നറിയോ? അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന അത്രയും മനോഹരമായ റൂമുകൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് വഅദല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഏതെങ്കിലും മന്ത്രിമാരുടെയോ ഏതെങ്കിലും ഭരണാധികാരിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ പ്രഗത്ഭരായ ആളുകളുടെയോ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകളുടെയോ വാഗ്ദാനമല്ല. അവരുടെ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ സമയകാലം എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നശിച്ചു പോകും, അത് പിൻവലിക്കാൻ കാരണമാകും, അല്ലെങ്കിൽ അത് വളരെ കുറച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു പറയാണ് വഅദല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അവൻ പറഞ്ഞത്, അവൻ വാഗ്ദാനം ചെയ്തത് അവൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരന്മാരെ, ആ വാഗ്ദാനം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടണം. എന്തു വേണം? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. രണ്ടാമത്തെന്നറിയോ? അൽ ഈമാനു ബില്ലാഹ് വൽ അമലു സ്വാലിഹ്, ശരിയായ വിശ്വാസം. റബ്ബിനെ മാത്രം ആരാധിക്കുന്നവർ, റബ്ബിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, എന്റെ പ്രാർത്ഥനയും എന്റെ നേർച്ചയും എന്റെ വഴിപാടുകളും എന്റെ സുജൂദും എന്റെ എല്ലാ ഇബാദത്തുകളും എന്റെ പ്രാർത്ഥനയും തേട്ടവും എല്ലാം എന്റെ റബ്ബിനോട് മാത്രം. അല്ലാഹു പറഞ്ഞല്ലോ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഏതായത്തെന്നറിയോ? നോമ്പുമായി ബന്ധപ്പെട്ട് റമളാനുമായി ബന്ധപ്പെട്ട് 2 ആയത്ത് പറഞ്ഞതിന്റെ ഇടയിൽ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിനും 187-ാമത്തെ ആയത്തിനും ഇടയിൽ 186-ാമത്തെ ആയത്തിൽ അല്ലാഹു സൂചിപ്പിച്ചു, റമളാനുമായി ബന്ധപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതിന്റെ ഇടയിൽ അല്ലാഹു സൂചിപ്പിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹു പറയാണ്, നബിയെ, താങ്കളോട് എന്നെ കുറിച്ച് എന്റെ അടിമകൾ ചോദിച്ചാൽ പറയണം, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി. അല്ലാഹു പറയാണ്, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും, പക്ഷെ വിശ്വാസം ശരിയാകണം. ആ വിശ്വാസം ശരിയായിക്കൊണ്ട് റബ്ബിനോട് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സമീപസ്ഥനാണ്. അതിന് മധ്യവർത്തികളെ ആവശ്യമില്ല. ഔലിയാക്കന്മാരോട് തേടിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കാം. റബ്ബ് എന്തും തരാൻ തയ്യാറാണ്. നമ്മുടെ ഗണ്ഡനാടിയേക്കാൾ അടുത്തവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, ആ റബ്ബിനോട് തേടുക എന്നത്, ആ തേടിയാൽ ഉത്തരം ലഭിക്കുക എന്നതെല്ലാം അല്ല. അൽ ഈമാനു ബില്ലാഹ്, നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അങ്ങനെ ഈമാനിനെ ശക്തിപ്പെടുത്തി അമൽ സ്വാലിഹാത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രതിഫലം? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അംവാലുകും വലാ ഔലാദുകും ബില്ലത്തി തുഖർരിബുകും ഇൻദനാ സുൽഫാ. നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ അല്ല എന്റെ അടുക്കലേക്ക് നിങ്ങളെ സമീപസ്ഥനമാക്കിക്കൊണ്ട് ഒരു കുർബത്ത്, ഒരു അടുപ്പമുണ്ടാക്കി തീർക്കുന്നത് നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ മക്കളല്ല. മറിച്ച് അല്ലാഹു പറഞ്ഞു, ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ ഫഉലൈക ലഹും ജസാഉ ദ്ദഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുർഫാത്തിൻ ആമിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് വിശ്വാസം ശരിയാക്കി സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജസാആയി, പ്രതിഫലമായി നൽകുന്നത് എന്താണ്? അവർക്ക് റഫാത്തുകളുണ്ട്, റൂമുകളുണ്ട്, സ്വർഗത്തിൽ റൂമുകളുണ്ട് എന്നാണ്.
സ്വർഗത്തിലൊരു റൂം ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ കർമ്മങ്ങളിൽ പെട്ടതാണ് വിശ്വാസത്തെ ക്ലിയർ ആക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, സ്വാഭാവികമായും ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന അള്ളാഹുവിന്റെ തീരുമാനമാണ് തങ്ങൾക്ക് ജനിക്കുന്ന മക്കൾ മരിക്കുക എന്നത്. ആ മക്കൾ മരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ വലിസ്തിദ്റാജ് ഹാല വുഖൂഇൽ മുസീബത്തുൻ ഫിൽ വലദ്. ഒരു മക്കളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ മാതാപിതാക്കൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുക എന്നത് അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കപ്പെടുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇദാ മാത വലദു അബ്ദുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ അടിമ, ആ ഒരു അടിമയായ മുഅ്മിനിന്റെ ഒരു മകൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ മകൾ മരിക്കുകയാണ്, ഒരു കുട്ടി മരിക്കുകയാണ്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഖാലല്ലാഹു ലിൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുമെന്നാണ്, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകളെ നീ പിടിച്ചോ, നീ അവന്റെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ഖാലു നഅം, അതെ, മലക്കുകൾ പറയും, അതെ, ഞാൻ പിടിച്ചു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് പിടിച്ചത്. അള്ളാഹുവിനും അറിയാം, അറിയാത്തത് കൊണ്ടല്ല ചോദിച്ചത്, മറിച്ച് അവിടെ പ്രതിഫലം രേഖപ്പെടുത്താനും അടിമയുടെ ആ നിലപാട് എന്താണ് എന്ന് അറിയാനും വേണ്ടിയിട്ടായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അങ്ങനെ മകളെ അവരുടെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ആ രക്ഷിതാവ്, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, അവർ അൽഹംദുലില്ലാ പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമെന്നാണ്, അബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, നിങ്ങൾ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് കൽപ്പിക്കുമെന്നാണ്. എന്നിട്ട് വസമ്മൂഹു ബൈത്തുൽ ഹംദ്, എന്നിട്ട് നിങ്ങൾ അതിനെ ബൈത്തുൽ ഹംദ് എന്ന് പേര് വിളിക്കൂ എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്ന വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ, ഇനി പ്രസവത്തിലൂടെ തന്നെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ, ആ മക്കൾ മരിച്ച വാർത്ത അറിയുന്ന സമയത്ത് ആദ്യം അൽഹംദുലില്ലാ പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങിയാൽ, കാരണം ആ കുട്ടിയെ തന്നവനും റബ്ബ് തന്നെയാണ്, ആ കുട്ടിയെ തിരിച്ചെടുത്തതും റബ്ബ് തന്നെയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നാലാമത്തെ വിഷയം അൽ ഖുദൂ ഇലൽ മസ്ജിദി വറാഹ വറവാഹ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നെടുക്കുക, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക, ഇതൊക്കെയും സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാൻ കാരണമാകുന്നതാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദ അല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ എപ്പോഴെല്ലാം പള്ളിയിലേക്ക് നടന്നു വരുവോ, എപ്പോഴെല്ലാം ഉദുവെടുത്തുകൊണ്ട് ശുദ്ധി പ്രാപിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരുന്നു, എന്തിന്? നിസ്കാരത്തിന് വേണ്ടി. എന്നിട്ട് ആ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നിസ്കാരം മാത്രമല്ല, മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, വദാഹിറുൽ ഹദീസ് അന്ന മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ സവാഅൻ ഗദൽ ലിസ്സലാത്തി ഔ ലിതലബിൽ ഇൽമി ഔ ലിഗൈരി ദാലിക്, എന്തെല്ലാമാണെങ്കിലും ശരി, ഏതെല്ലാം ഖൈറുകൾ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരികയും എന്നിട്ട് ആ പള്ളിയിൽ ഇരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന സമയത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നല്ലാഹ യക്തുബു ലഹു ഫിൽ ജന്നതി നുസുല, സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനം അവന് രേഖപ്പെടുത്തുമെന്ന്. സ്വർഗത്തിൽ നമുക്കൊരു സ്ഥാനം രേഖപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല മഹനീയമായ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കർമ്മം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് പള്ളിയിലേക്ക് വരിക, നടന്നു വരിക, പള്ളിയിലേക്ക് വരിക, ആ പള്ളിയിൽ വന്ന് കാത്തിരിക്കുക. നമ്മളൊക്കെ ചെയ്യാറെന്താ? ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും വീടുകളിൽ. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ എത്ര നേരത്തെയാണോ വരാൻ നമുക്ക് സാധിക്കുക അത്രയും നേരത്തെ പള്ളിയിൽ വന്ന് ദിക്റുകൾ പറഞ്ഞ് ദുആകൾ ചെയ്ത് റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം നമുക്ക് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്ന, നമ്മുടെ വിഷയത്തിൽ മലക്കുകളോട് പറയുന്നതാണ്, അവന് സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ സ്ഥാനം, ഒരു വീട്, ഒരു സ്ഥലം പ്രത്യേകമായി ഒരുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമെന്നാണ്. മറ്റൊരു വിഷയം, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലയാവർത്തി സ്വഹാബത്തിന് ഉണർത്തിയതാണ് സ്വഫ് ശരിയാക്കുക എന്നത്. പലപ്പോഴും സ്വഫ് ശരിയാക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ പിറകിലാണ്.
നമ്മുടെ അടുത്തു നിൽക്കുന്ന ആളുകളുടെ കാലുകൾ തമ്മിൽ വിടവ് വരുത്തിക്കൊണ്ട് നിൽക്കുന്നവർ, ഒരു ശൈത്താനിന് അവിടെ വന്ന് നിൽക്കാൻ സ്ഥലം കൊടുക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. അവരൊന്ന് പരസ്പരം ചേർന്ന് വന്നു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് കൂടി അവിടെ നിസ്കരിക്കാൻ കഴിയുന്ന അത്രയും സ്ഥലമിട്ടുകൊണ്ട് ചില ആളുകൾ നിസ്കാരത്തിൽ അലംഭാവം കാണിക്കാറുണ്ട്. സഹോദരന്മാരെ, സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുന്ന കാരണമാകുന്നതാണ് സ്വഫ് ശരിയാക്കുക എന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വറഫഅഹു ബിഹാ ദറജ. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിടവുകൾ നീക്കി അവൻ സ്വഫിനെ ശരിയാക്കി കഴിഞ്ഞാൽ, വിടവുകൾ അകറ്റി വിടവുകളെ മാറ്റി നീക്കിക്കൊണ്ട് അവൻ സ്വഫിനെ ശരിയാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുമെന്ന് മാത്രമല്ല, അവന്റെ ദറജകൾ നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്ന്. സഹോദരന്മാരെ, നിസ്സാര കാര്യമാണ്, നമുക്ക് ചെയ്യാൻ നിസ്സാര കാര്യമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന പ്രതിഫലമോ വമ്പിച്ച പ്രതിഫലമാണ്. നിസ്കാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, നിസ്കാരത്തിൽ സ്വപ്പ് കെട്ടുന്ന വിഷയം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വമ്പിച്ചതായ പ്രതിഫലം, അധ്വാനമില്ല, പ്രത്യേകിച്ച് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സമയം ചെലവഴിക്കാതെ ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ പോലും നമുക്ക് സ്വർഗത്തിൽ ഒരു വീട്, സ്വർഗത്തിൽ ദറജകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന നന്മകളായിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും. അതുപോലെ തന്നെ സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന മറ്റൊരു കർമ്മമാണ് ഒരു ദിവസത്തിൽ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക എന്ന്. 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ അധിക സമയമൊന്നും വേണ്ട. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാത്രിയിലും പകലിലുമായി കൊണ്ട് ഒരു ദിവസത്തിൽ 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുമെന്നാണ്. എന്നിട്ട് ആ റക്അത്തുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണയാണ് അർബഅൻ ഖബല ദുഹർ, 4 റക്അത്ത് ദുഹറിന് മുമ്പാണ്. അതായത് 2 റക്അത്ത് വീതം 4 റക്അത്ത് ദുഹറിന് മുമ്പ് നിസ്കരിക്കണം. വറകഅതൈനി ബഅദഹ, ദുഹറിന് ശേഷം 2 റക്അത്ത്. അപ്പൊ എത്രയായി? 6 റക്അത്തായി. പിന്നീടോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്. എത്രയായി? 8 റക്അത്തായി. വീണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വറകഅതൈനി ബഅദൽ ഇശാ, ഇശാഇന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. 10 റക്അത്തായി. തീർന്നില്ല. വഖബിലൽ ഫജ്ർ വറകഅതൈനി ഖബലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ 12 റക്അത്തുകളായി. ആ 12 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പണിതു കൊടുക്കുമെന്നാണ്. നമുക്ക് വലിയ അധ്വാനമില്ലാത്ത, ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ കർമ്മങ്ങളാണ്. എല്ലാ ദിവസവും 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ, സ്വർഗത്തിൽ ഒരു വീട് നമുക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനിയും തീർന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സ്വലാത്തുൽ ദുഹ, മൻ സല്ല സ്വലാത്തുൽ ദുഹ, ആരെങ്കിലും സ്വലാത്തുൽ ദുഹ 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ വഖബല ഊലാ 4, അതായത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ദുഹർ നിസ്കാരത്തെ കുറിച്ചാണ്. ഏതായാലും ദുഹാ നിസ്കാരം 4 റക്അത്തും അതുപോലെ തന്നെ ദുഹർ നിസ്കാരം കൃത്യമായി ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ബുനിയ ലഹു ബിഹാ ബൈതുൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഇനി നമുക്ക് സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് എപ്പോഴും നമ്മുടെ നാവുകളിൽ നിസ്കരിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ആ സൂറത്ത്, അത് 10 പ്രാവശ്യം ഒരു ദിവസം ഒരു മനുഷ്യൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാത്ത്, 10 പ്രാവശ്യം ഒരു മനുഷ്യൻ അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം അവന് പണിതുന്നു. കൊട്ടാരം എന്ന് പറഞ്ഞാൽ നിസ്സാരല്ല. കൊട്ടാരം എന്താ, ചെറുതാണോ? വീടാണോ? വീട് പോലെയാണോ? അല്ല. ഒരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ അത് വമ്പിച്ച കൊട്ടാരം തന്നെയായിരിക്കും, അതും സ്വർഗത്തിൽ. ആ സ്വർഗത്തിലെ കൊട്ടാരം നമുക്ക് ലഭിക്കണോ? 10 പ്രാവശ്യം ഒരു ദിവസം ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവന് ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ഹദീസ് കേട്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇത് നമ്മൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ, 10 എന്നത് നമ്മൾ കൂടുതൽ ചെയ്യാൻ നമ്മൾ
സൂറത്തുൽ ഇഖ്ലാസ് കൂടുതൽ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അക്ബർ വ അത്യബ്, അല്ലാഹു അതിനേക്കാൾ കൂടുതൽ നൽകുന്നവനാണ്, അതുപോലെ തന്നെ അതിനേക്കാൾ നല്ലത് നൽകുന്നതാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ സഹോദരന്മാരെ, വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ വലിയ അധ്വാനങ്ങൾ വേണ്ട, വർഷങ്ങളോളമുള്ള അധ്വാനങ്ങൾ വേണ്ട, സമയങ്ങൾ ദൈർഘ്യമേറുന്ന അധ്വാനങ്ങളല്ല, വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിസാരമായിക്കൊണ്ട് ഒരു സ്വർഗത്തിൽ ഒരു വീട്, ഒരു കൊട്ടാരം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പാരത്രിക ലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച്, ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരൊറ്റ ഹദീസിൽ 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സൂചിപ്പിച്ചു തന്നു. ഒറ്റ ഹദീസിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 3 തരത്തിലുള്ള വീടുകൾ, 3 സ്ഥാനത്തിലുള്ള വീടുകൾ നമുക്ക് ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യം നൽകുകയാണ്. ഹദീസ് അങ്ങനെ തന്നെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അതിന്റെ ഓരത്ത് ഒരു വീട് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ തറക്കൽ മിറാഹ് വ ഇൻ കാന മുഹിക്ക, തന്റെ ഭാഗത്താണ് സത്യമെങ്കിലും ആ സത്യത്തിനു വേണ്ടി ന്യായമായ രൂപത്തിലുള്ള ജിദാറുകൾ, തർക്കങ്ങൾ നടത്താം, പക്ഷേ തന്റെ ഭാഗത്താണ് സത്യമെങ്കിൽ പോലും തർക്കം ഒഴിവാക്കുന്നവർ, അനാവശ്യമായ തർക്കങ്ങളെ ഒഴിവാക്കുന്നവർ, അവർക്ക് സ്വർഗത്തിന്റെ ഓരത്തൊരു വീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി നൽകുകയാണ്. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക, വീട്ടിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അതുപോലെ തന്നെ അയൽവാസിയുമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. പള്ളിയിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ ഇത് ചെറിയ ചെറിയ വിഷയങ്ങളിലുള്ള തർക്കങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, സത്യം തന്റെ ഭാഗത്താണെങ്കിലും തർക്കങ്ങളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സ്നേഹത്തോടുകൂടിയും കാരുണ്യത്തോടുകൂടിയും പരസ്പരം നല്ല ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടും പോകാൻ നമുക്ക് സാധിച്ചാൽ, തന്റെ ഭാഗത്താണ് സത്യമെങ്കിലും തർക്കം ഒഴിവാക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ ഓരത്ത് ഒരു വീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ നൽകുകയാണ്. എന്ന് വെച്ചാൽ തൗഹീദ് പറയണ്ട എന്നല്ല. തൗഹീദ് പറയുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ചില തർക്കങ്ങൾ വന്നേക്കാം, അതിന്റെ പേരിൽ സംവാദങ്ങൾ വരെ നടത്തിയേക്കാം. അതൊന്നും വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അനാവശ്യമായ തർക്കങ്ങളെ ഒഴിവാക്കുക എന്നതാണ് ഈ ഹദീസിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിന്റെ മധ്യത്തിൽ, സെന്ററിൽ ഒരു വീട് നിങ്ങൾക്ക് നൽകാം, വാഗ്ദാനം നൽകുകയാണ്. പ്രവാചകൻ ജാമ്യം നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു വീട് വേണോ? നിങ്ങൾക്ക് തമാശക്ക് പോലും കളവ് ഒഴിവാക്കുക. ഏപ്രിൽ ഫൂൾ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ? ഏപ്രിൽ ഫൂൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അവിടെ എന്താണ് നടക്കുന്നത്? തമാശയ്ക്ക് മറ്റുള്ളവരെ പറ്റിക്കുക, കളവ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുക. അത് ഇന്നും നടക്കുന്നുണ്ട്, എന്നും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, തമാശയ്ക്ക് പോലും കളവ് പറയാത്തവർ എന്ന് പറയുമ്പോൾ തമാശയല്ലാത്ത രൂപത്തിൽ കളവ് പറയാൻ ഏതായാലും പറ്റില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കളവ് പറയുന്നവർ ഇലൽ ഫുജൂർ, തെമ്മാടിത്തരത്തിലേക്കാണ് പോകുന്നത്. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, ആ തെറ്റ്, ആ മോശപ്പെട്ട കർമ്മം
അത് നരകത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, തമാശയല്ലാത്ത രൂപത്തിലും കളവ് പറയാൻ പാടില്ല. തമാശയ്ക്ക് പോലും കളവ് പറയാത്തവർക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. ഇനി എന്താണെന്നറിയോ, മറ്റൊരു വിഷയം, മൂന്നാമത്തെ ഏറ്റവും ദറജ ഉയർന്ന വീട് നമുക്ക് ലഭിക്കുന്ന ഏതെന്നറിയോ, വബിബൈത്തിൻ ഫി അഅലൽ ജന്ന ലിമൻ ഹസന ഖുലുഖഹു. സ്വഭാവം നന്നാക്കിയവർക്ക്, പെരുമാറ്റം നന്നാക്കിയവർക്ക്, സംസാരം നന്നാക്കിയവർക്ക്, അവന്റെ അഖ്ലാഖുകളെ നന്നാക്കിയവർക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ ദറജയിൽ ഒരു വീട് അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്യാരണ്ടി പറയുമ്പോൾ സഹോദരന്മാരെ, നിസാര കാര്യമല്ല. ആ സ്വഭാവത്തിന്റെ വിഷയത്തിലാണ് ഒരു സ്ത്രീ നരകത്തിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ, സ്വഭാവം നന്നാക്കിയതിന്റെ വിഷയത്തിലാണ് ഒരു സ്ത്രീ സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ, സഹോദരന്മാരെ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു വീട് നമുക്ക് വേണോ? നമ്മുടെ സ്വഭാവത്തെ നന്നാക്കണം, നമ്മുടെ പെരുമാറ്റത്തെ നന്നാക്കണം, നമ്മുടെ ഇടപാടുകളെ നന്നാക്കണം, നമ്മുടെ എല്ലാ മേഖലകളെയും നന്നാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ ഉന്നതമായ ദറജകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ, സ്വർഗത്തിൽ ഒരു റൂമുണ്ട്, തുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിന്റെ പുറകിൽ നിന്ന് നോക്കിയാൽ ഉള്ളു കാണാൻ സാധിക്കുന്ന, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണാൻ സാധിക്കുന്ന, അങ്ങനെ വളരെ മനോഹരമായ ഒരു റൂം നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ട് പറഞ്ഞത്, ലിബൻ അതാബൽ കലാം, സംസാരത്തെ നന്നാക്കിയവർക്ക് അങ്ങനെ ഒരു റൂം ലഭിക്കാനുണ്ട്. വഅതഅമ തആം ഗഫൂറുർ റഹീം. അഖിമിസ്സലാം.